ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ ത്രിവേണിയിലുണ്ടാ. ത്രിവേണിയിൽ വരാൻ എന്താ കാരണം എന്നറിയോ? ഞാൻ പറഞ്ഞത് ഗൈസ്, കഴിഞ്ഞ കൊല്ലം ഇതേ സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലം വന്നേക്കണ്. എന്താ കാരണം എന്നല്ല നിങ്ങൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ. നമ്മുടെ തൃശ്ശൂർ ഒരുപാട് പുലികൾ ഇറങ്ങാറുണ്ട് അല്ലേ. അതിൽ ഒരു പുലി ഇവിടുത്തെ താരച്ചേച്ചിയാണ്. ഇവിടുത്തെ താരച്ചേച്ചി പുലിയായിട്ട് ആരും അങ്ങനെ ശ്രദ്ധിച്ചില്ല കഴിഞ്ഞ വട്ടം. ഞാനത് ശ്രദ്ധിച്ച കേസാണ്. എല്ലാവരും ഭംഗിയും കളറുള്ള പുലികളിലൊപ്പം പോയി. പക്ഷേ പുലിവേഷം കെട്ടുമ്പോൾ എല്ലാവർക്കും ഒരേ സ്ഥാനം തന്നെയാണ്. അത് മനസ്സിലാക്കാതെ നമ്മുടെ നാട്ടിലെ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് പുലി ആവുന്ന ആളെയാണ്. അല്ലാണ്ട് പേരിനും അല്ലാണ്ട് മറ്റേ കുറച്ച് ലൈക്ക് കിട്ടാനും വേണ്ടിയിട്ട് പുലിവേഷം കെട്ടിയിട്ട് തൃശ്ശൂർ റൗണ്ടിൽ ചുറ്റുന്ന ആൾക്കാരല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ഇപ്രാവശ്യം ചേച്ചി പുലിയായിട്ട് തകർത്താടാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ആ വേഷം കെട്ടാൻ വേണ്ടി പോകുന്നത്. അതും കാണാൻ ഭംഗിയില്ലാത്തവർക്കൊന്നും പുലിയാടാനുള്ള യോഗ്യത ഇല്ല എന്നാണ് ഇതിൽ തെളിയിച്ചിട്ട്. സത്യമായിട്ട് നമ്മളൊരു സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതിന് ചെറിയൊരു പ്രതിഷേധമാണെന്ന് തന്നെ കൂട്ടിക്കോ. അപ്പോൾ താരച്ചേച്ചിയുടെ വിശേഷങ്ങളാണ് നമ്മൊന്ന് കാണാൻ പോണ കഴിച്ച് കമോ. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഓക്കെ, തൃശ്ശൂർ നഗരം കീഴടക്കാൻ പുലി ഇറങ്ങുന്നു കഴിച്ച്. വിയൂർ ദേശത്തിന് വേണ്ടിയിട്ടാണ് 3-ാം തവണയും നമ്മുടെ ചേച്ചി പുലിയാവുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചേച്ചി എത്തി പോകാം. ബാക്കി വിശേഷം എന്താണ് വിശേഷം? നല്ല വിശേഷം. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ മാതിരി തന്നെ ഇക്കൊല്ലം നമ്മള് പുലി ഇറങ്ങുന്നുണ്ട്. അതായത് തൃശ്ശൂർ നഗരം കീഴടക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കൊല്ലം നമ്മള് പുലിയാവണം. ഇപ്പൊ എത്രാമത്തെ കൊല്ലം ചോദിച്ചാൽ? മൂന്നാമത്തെ വർഷം. കഴിഞ്ഞ വർഷം എന്താ ഉണ്ടായേ? കഴിഞ്ഞ വർഷം എന്റെ ഒപ്പം ഒരു സിനിമ നടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പൂച്ചയായും ചെയ്തു, മൂപ്പര് പുലിയെ. ഞാൻ കലക്ടറെ VIP ആയിരുന്നു ഒന്ന്. കലക്ടറെ റെക്കമെൻഡിൽ അന്ന് ഇറങ്ങിയാണ്. പക്ഷെ ഞാൻ പൂച്ചയായി, മൂപ്പര് പുലിയായി. അങ്ങനെ ഒരു വേർതിരിഞ്ഞൊരു വ്യത്യാസം ഉണ്ടായി. അതെ, അതൊക്കെ ഇപ്രാവശ്യം നമ്മൾ മാറ്റും. അത് നമ്മളെ പ്രശ്നമല്ല കേട്ടാ, അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പ്രശ്നമാണ് അല്ലേ. മീഡിയക്കാരെല്ലാവരും. സീതാറാമിലാണ് ഞാൻ അന്ന് ഇറങ്ങിയത് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം വിയൂര് ദേശത്തിന് വേണ്ടി ഇറങ്ങി. പുലി അതെ. കഴിഞ്ഞ പ്രാവശ്യം 2019 വിയൂര് ദേശത്തിന് തന്നെ വന്ന അവിടെ ഞങ്ങളുടെ ആശാൻ കുട്ടാശാൻ, പിന്നെ അതേമാതിരി പോപ്പിയും പാർത്തനും ഞങ്ങളുടെ കട്ടയ്ക്ക് എൻ്റെ ഒപ്പം കട്ടയ്ക്ക് ഉണ്ടായിരുന്നു. മറ്റു എല്ലാ പുലികളും നല്ല സഹകരണം തന്നെയായിരുന്നു. സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതെ, ഇക്കൊല്ലം ഇനി തൃശ്ശൂർക്ക് വരണമെങ്കിൽ വാട്ടാ പെൺപുലി താരച്ചേച്ചി അവിടത്തെ. പ്രാവശ്യം എനിക്ക് 2 ഓണത്തിന് കിട്ടിയിട്ടുണ്ട്, 4 ഓണത്തിന് കിട്ടിയിട്ടുണ്ട്, 3 ഓണത്തിന് കിട്ടിയിട്ടുണ്ട്. പ്രാവശ്യം അപ്പൊ ശരിക്കും പുലിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം ഒന്നും കൂടി എന്താ പറയാ സ്ട്രോങ് ആയിട്ട്, അതായത് സ്ട്രോങ് ആയിട്ട് തന്നെ പുലിയായിട്ട് തൃശ്ശൂര് കീഴടക്കാൻ വേണ്ടിട്ട് ഞങ്ങളുണ്ടാവും അല്ലേ. വരാൻ സപ്പോർട്ട് ചെയ്യാ അല്ലേ. അതന്നെ എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാ 2 ഓണത്തിനാണ് അല്ലേ. ഓക്കെ, അപ്പൊ വിയൂര് ദേശം പുലി നടക്കുമ്പോ നമ്മൾ വിചാരിക്കും പുലിയാവാൻ വളരെ എളുപ്പമാണല്ലേ ചേച്ചി. പുലി ആവാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അത് പുലിക്കളി കഴിഞ്ഞാലും അത് ഉരയ്ക്കാനും പിടിക്കാനും അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് വരയ്ക്കാന്ന് പറയുമ്പോൾ നമ്മള് നിന്ന് കൊടുത്താല് അവർ പറയണ മാതിരി തന്നെ നിക്കണം. അതും ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തലയൊക്കെ കറങ്ങി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിക്കന്നെ വേണം. അവര് പറയണ മാതിരി തന്നെ നിക്കണം, അല്ലെങ്കിൽ പിന്നെ ഒട്ടിപ്പോകും. അത് ഭയങ്കര റിസ്ക് തന്നെയാണ്. പിന്നെ അതേമാതിരി അത് പുലിക്കളി കഴിഞ്ഞാല് അത് ഉരച്ച് നിൽക്കാനൊക്കെ ഭയങ്കര. കഴിഞ്ഞ 23-ൽ എൻ്റെ പേരക്കുട്ടികൾ രണ്ടാള് ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം തന്നെ പുലിയായിട്ട്. എന്താണ് അഭിനവും ഇതും ബാംഗ്ലൂരുള്ളതാണ്. പിന്നെ വൈറലാവാൻ എനിക്ക് ആഗ്രഹമില്ല, എങ്കിലും നമ്മളെ പോലെ ഇങ്ങനെ നമ്മളൊന്ന് പുലിയാവാൻ വന്ന തന്നെ പൂച്ചയാക്കി വിട്ടുന്ന് പറഞ്ഞ മാതിരി അങ്ങനെ. ഇവിടെ പുണ്യദർശനിയിൽ എനിക്ക് എല്ലാവരും, എൻ്റെ നാട്ടുകാരും പുണ്യദർശനിൽ എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. ചേച്ചിയുടെ
ഫാമിലിയും പിന്നെ അയൽവാസികളും അല്ലത് എല്ലാവരും താരത്തിലേക്ക് സപ്പോർട്ടായി നിൽക്കണം. എല്ലാവരും കാരണം നമ്മുടെ ഈ ഭാഗത്ത് നിന്നല്ല എനിക്ക് തോന്നുന്നത് വേറെ അധികം ഇല്ല. എല്ലാവരും വരുന്നത് വയറിലാവാൻ വേണ്ടിയിട്ടുള്ള പുലിയാണ്. പക്ഷെ ആ മനസ്സിൽ ആഗ്രഹം വെച്ചിട്ട് വരുന്ന പുലി കുറവാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഇവിടെ താരച്ചേച്ചിന് പുലി അല്ലേ? എല്ലാവരും സപ്പോർട്ട് അല്ലേ? താരച്ചേച്ചിക്ക് എല്ലാവരും സപ്പോർട്ട് കൊടുത്തേ, ഒരു യോ കൊടുത്തേ. ഇപ്രാവശ്യം തൃശ്ശൂര് ബാക്കിയുള്ള വിശേഷം നമുക്ക് നേരിട്ട് കാണാം അല്ലേ ചേച്ചി? ഓക്കെ അല്ലേ? ഓക്കെ. നീ പുലിയുടെ അടുത്തേക്ക് വരാ, പുലിനെ കാണാ, പുലിയുടെ പുലിക്കളെ ആസ്വദിക്കാം അല്ലേ ചേ? എല്ലാവരും ഒന്ന് കൂടിയെന്ന് വന്നേ. അപ്പൊ ഇനി ബാക്കി തൃശ്ശൂർ കേട്ടാ.